വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെയാണ് ഇന്നത്തെ റെസിപ്പി. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് റവ എടുത്തിട്ട് ഒരു പാനിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി വറുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതിയാവും. ഒരുപാട് വറവായിട്ട് കിട്ടണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതിയാവും. അപ്പോൾ റവ ഏകദേശം ഒന്ന് വറവായിട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിന് പകരം വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, പക്ഷേ പാലാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി പകുതി പാലും പകുതി വെള്ളമായാലും അങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കുറവാണ് തോന്നുകയാണെങ്കിൽ ഒരു 5-6 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. അപ്പോൾ പാലൊക്കെ ഏകദേശം തിളച്ച് വരുന്ന സമയത്ത് ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള റവ കൂടെ ചേർത്തിട്ട് കൈയെടുക്കാത്ത നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. അപ്പോൾ റവ വറുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് കടല പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇതുപോലെ ചട്ടിയിൽ നിന്ന് വേറിട്ട് വരുന്ന ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ റവൊക്കെ നന്നായിട്ട് വെന്ത് കറക്റ്റ് പാകമായിട്ട് കിട്ടിയാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മാവ് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് കിട്ടിയാൽ ഇനി കൈ വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഷേപ്പാക്കി എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ ഒന്നും കൂടെ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ കയ്യിൽ എണ്ണ ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എല്ലാത്തിനും കറക്റ്റായിട്ട് ഷേപ്പാക്കി എടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിൽ ഇതുപോലെയാണ് ഷേപ്പാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതിന് പകരമായിട്ട് ഉള്ളിൽ ഫില്ലിങ്സൊക്കെ വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങയും കടല പൊടിച്ചതൊന്നും നേരിട്ട് റവയിലേക്ക് ചേർത്ത് കൊടുക്കാതെ നമുക്ക് അതൊരു ഫില്ലിങ്സ് ആക്കിയിട്ട് തേങ്ങയും കടലയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ഏലക്കാപ്പൊടി ഇട്ടിട്ട് ഒരു ഫില്ലിങ്സ് ആക്കിയിട്ട് ഈ റവ ഇതുപോലെ ഉരുട്ടിയിട്ട് ഉള്ളിൽ ഫില്ലിങ്സ് നിറച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, രണ്ടും രണ്ട് ടേസ്റ്റി ആയിരിക്കും. ഇനി അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയും കഴിക്കാം. ഞാനിപ്പോൾ ഏതായാലും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗമായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും കളർ മാറിയിട്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വന്നാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഉള്ളിൽ ഫില്ലിങ്സൊക്കെ വെച്ചിട്ടാണ് ചെയ്തെടുത്തതെങ്കിൽ നല്ല വൈറ്റ് കളറിലായിട്ടും ഉണ്ടായിരിക്കുക. കാരണം കടല പൊടിച്ചതൊക്കെ ചേർത്തത് കാരണം ചെറുതായിട്ടൊന്ന് ഇളം കളറിലാണ് ഉള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.